ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മധുര ഐറ്റമാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പാലും അതുപോലെ മുട്ട, പഞ്ചസാര അങ്ങനത്തെ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ മാത്രം മതിയിട്ടാണ്. വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ. അതിന് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഞാനിപ്പോൾ ഒരു 10-15 ആൽമണ്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക, തോല് കളഞ്ഞതിന് ശേഷം. പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര. ഇപ്പോൾ ആൽമണ്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായാലും മതിയിട്ട്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബദാം എടുത്തത്. തോല് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബദാം ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു 4-5 ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഏലക്കായ വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ വാനില എസൻസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. നമ്മുടെ ബദാമും പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു 5 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഈ നമ്മൾ പൊടിച്ച് വെച്ച കൂട്ടിലേക്ക് ഒരു 5 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പാലാണ് ചേർക്കേണ്ടത്. നമ്മൾ സാധാ ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു കപ്പ് ഫ്രഷ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൽക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാട്ടെ. നമുക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണതെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിന് ഒന്ന് ബട്ടർ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അരിച്ചിട്ട് വേണം ഈ കൂട്ടയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബദാമിൻ്റെയും പിന്നെ അതുപോലെ ഏലക്കടയൊക്കെ തരികൾ അതിലുണ്ടാവും. അതുകൊണ്ടാണ് അരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ആവിച്ചെമ്പ് വെച്ചിട്ട് അതിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങളതിൽ ആവിച്ചെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ പാത്രം ഒന്ന് മാറ്റി ആ പാത്രത്തിൽ ഒഴിച്ചപ്പോഴേ അത് കുറച്ച് വലിപ്പം കൂടിയ പോലെ തോന്നി. അതുകൊണ്ട് വേറെ പാത്രം എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഒന്ന് ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവിയുടെ വെള്ളം അതിൻ്റെ മേലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. കാരണം നല്ല സോഫ്റ്റാണ് കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ എന്താ ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്ക് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക, അല്ലാതെ തണുപ്പിക്കാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞ് പോകുന്നു പറയില്ല, അതേപോലെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.